ഇതിപ്പോൾ എത്ര വർഷമായി ഇങ്ങനെ ആയിട്ട്? 20 വർഷമായല്ലേ? പിന്നെ ഇതിപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്തിരുന്നു? ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോഴേ ഡോക്ടർമാരെന്താ ചെയ്തിരുന്നു നിങ്ങൾക്ക് കാല്? അല്ല, അവർ 2 പ്രാവശ്യത്തെ തൊലി കട്ട് ചെയ്ത് വെച്ചില്ലേ? എത്ര പ്രാവശ്യമായിട്ട്? 2 പ്രാവശ്യം. അത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ എത്ര മാസം നിൽക്കണേ? 1 മാസം അട പിന്നെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു ചെയ്തതാണ്. 1 മാസം അട കടന്നിന്. പിന്നെ 2-3 ആഴ്ചയായിട്ട് കടന്നിട്ട് അവൻ ആസ്പത്രിയിൽ നിന്ന് പറഞ്ഞു. അത് ആ തൊലി കട്ട് ചെയ്ത് വെക്കുമ്പോൾ എത്ര മാസം വരെ നിൽക്കും അത്? 3 മാസമൊക്കെ നിൽക്കും. പിന്നെ ആ തൊലി അടർന്നു പോകും. പിന്നീട് 2ാം പ്രാവശ്യം അതേപോലെ തന്നെ തൊലി വെച്ച് കെട്ടി അല്ലേ? അപ്പോഴാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്. ഇപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയത് എത്ര മാസമായി? 3ാമത്തെ മാസമായി. അപ്പോൾ ഈ കാലിന് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടോ? മാറ്റം കാണുന്നുണ്ട്. ഇപ്പോൾ ഇറച്ചിയൊക്കെ വന്ന് കാലിന്. ആദ്യം ഇറച്ചിയൊന്നും ഇല്ല, ആദ്യം എല്ല് കണ്ടിരുന്നതല്ലേ? ചെറുതായിട്ട് വന്നിട്ടില്ല, എല്ലാം ആദ്യം കണ്ടിരുന്നു. നമ്മളിവിടെ ഫസ്റ്റിൽ നിങ്ങൾക്ക് മരുന്നേറ്റ് വരെ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങളെ എല്ല് കാണുന്നുണ്ട്, നിങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് എല്ല് കാണില്ല, ഇറച്ചി വന്ന് നല്ല തൂർന്ന് 3 മാസം നിങ്ങൾ ഉപയോഗിക്കണം അല്ലേ? അപ്പം ഇനി ഒരു 3 മാസങ്ങളും കൂടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം ഇതിപ്പോൾ 10-20 വർഷം പഴക്കമുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം വരും കേട്ടോ. ഫുള്ള് ഉണങ്ങിയിട്ട് അവിടെ തൊലി വരും കേട്ടോ. തൊലി വരും. ഇപ്പോൾ തൊലി വരവ് തുടങ്ങിയല്ലോ, ഇറച്ചി മൂടൽ തുടങ്ങിയല്ലോ. കണ്ട ഇറച്ചിക്ക് നല്ല മൂടി ഉണ്ടാ, നല്ല ഇറച്ചി വന്ന്. ആദ്യം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നമ്മൾ അന്ന് ഫോട്ടോ എടുത്തുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ എടുത്തിട്ടുണ്ട് ഫോട്ടോ കേട്ടാ. അപ്പോൾ നല്ല മാറ്റമായി. അതൊക്കെ പോവും. അതൊക്കെ ഈ തൊലി വന്ന് മൂടിക്കഴിഞ്ഞാൽ അതൊക്കെ പോയിക്കോളും കേട്ടോ. അതൊന്നും പ്രശ്നം, അതിനൊന്നും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഷുഗർ മാറുകയാണ് വേണ്ടത് കേട്ടോ. ഷുഗറിൻ്റെ ഗുളികകൾ കണ്ടിന്യൂ ആയിട്ട് കുറച്ച് കഴിക്കണം കേട്ടോ. ഓക്കെ.